ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് മൈക്കാണ്. DJIന്റെ മൈക്ക് മിനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വയർലെസ് മൈക്കാണ്. നിങ്ങൾ വീഡിയോ ക്രിയേഷനും സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വയർലെസ് മൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ ആക്ച്വലി ഉപയോഗിക്കുന്നതും ഈ സാധനം തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ ഒരു സിംഗിൾ ട്രാൻസ്മിറ്ററും സിംഗിൾ റിസീവറായിട്ട് വാങ്ങിച്ച മോഡലാണ്. ഈ കിറ്റ് ഉണ്ടാകുന്നില്ല, ഇപ്പോൾ ഞാനത് കിറ്റും കൂടി വാങ്ങിച്ചു വന്നത്. എൻ്റെ DJIന്റെ ആക്ഷൻ ക്യാമറാസും പോക്കറ്റ് 3 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം അതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു നോർമൽ എന്ന് വെച്ചാൽ നമുക്ക് ഇതിലടക്കം ചാർജ് കഴിഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഒരു പാക്കറ്റിലായിട്ട് വരുന്നത്, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു കിറ്റും ഈ ഒരു മൈക്കും പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്യാമറയിൽ വെച്ചിരിക്കുന്ന റിസീവറായിട്ട് നമ്മൾ സെപ്പറേറ്റ് ടൈപ്പ് സി കേബിൾ വെച്ചിട്ട് ഇതിൽ ടൈപ്പ് സി കേബിൾ ഉണ്ട്, അത് വെച്ച് ചാർജ് ചെയ്യണം ഡോങ്കിൾ വെച്ചിട്ട്. ഇതിന് എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങിച്ചത് 9,000 രൂപയ്ക്ക് സംതിങ് ആണ്ടാണ്. ഇതും 6 മാസം സംതിങ് തന്നെ ആയിട്ടുള്ളൂ. ഞാൻ ഇത് കൊടുക്കാൻ റീസെല് ചെയ്താലോ വിചാരിച്ചാണ്. ആരെങ്കിലും ഇൻട്രസ്റ്റിനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമുക്കൊരു 5-6 രൂപയ്ക്ക് 500-500 എന്താ വെച്ചാൽ ഞാൻ ഇത് ആക്ച്വലി വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് വാങ്ങിക്കേണ്ടത്. ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് റിട്ടേൺ ചെയ്തതാണ്. ആമസോണിൽ നിങ്ങൾക്ക് ഇപ്പോൾ 900-500 കാണിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ അത് അവരുടെ ഒഫീഷ്യൽ സെല്ലറല്ല. അതിൻ്റെ സെല്ലർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് അവർ വിൽക്കുന്നത് ഇന്ത്യൻ വേരിയൻ്റ് അല്ല. അപ്പോൾ ചിലപ്പോൾ വാറണ്ടി ഇഷ്യൂ വരും. ഫ്ലിപ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സെല്ലറിന് കിട്ടും. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 13,999 ഇന്ത്യൻ വേരിയൻറ്റിൻ്റെ. മറ്റത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 9,500 കാണിക്കും. അതിൽ കുറേ നിങ്ങൾക്ക് ആ സെല്ലർ നോക്കിയാൽ അറിയാം, ഒരു ആരും കാണാത്തൊരു സെല്ലറൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കേണ്ട, അതിൽ നിന്ന് വാറണ്ടി കിട്ടാനുള്ള പ്രശ്നം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിൽ ആദ്യം വാങ്ങിച്ചത് റിട്ടേൺ ചെയ്തിട്ട് പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ DJIന്റെയും ഹോളിലാൻഡിൻ്റെ ഒക്കെ മൈക്കാകുമ്പോൾ നമുക്ക് എന്താ ഗുണം വെച്ചാൽ വാറണ്ടി പീരീഡിൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്ത് കിട്ടും. നമ്മൾ ഈ സാധനം അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് അവർ ആ അയച്ചു കൊടുക്കുന്ന കൊറിയർ ചാർജും റീഫണ്ട് ചെയ്ത് തരും. പക്ഷേ പ്രൊഡക്റ്റ് ഇത് കിട്ടും. നമുക്കിതുപോലെ മുമ്പ് ഹോളിലാൻഡ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമുക്കത് ഫുൾ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തന്നു. പഴയതൊരു എടുത്തുകൊണ്ടായി പുതിയ സാധനം അയച്ചു തന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വാറണ്ടിയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. എന്താ വെച്ചാൽ ഇതൊക്കെ ഡയറക്റ്റ് ചൈനീസ് പ്രൊഡക്റ്റ് ആണല്ലോ. ഇവർക്കൊന്നും ഡയറക്റ്റ് ബ്രാൻഡൊന്നും ഇന്ത്യയിലില്ല. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു ഏജൻസിക്ക് ഒരു ഓതറൈസ് സെല്ലറിങ് കൊടുത്തിട്ടുണ്ട്. ഒരു പേരെനിക്ക് ഓർമ്മയില്ല. ഇവരുടെ DJI സ്റ്റോറിൽ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇന്ത്യയുടെ. അതിലെപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക്, അത് വേറെ കാര്യം. അപ്പോൾ അതിലൊക്കെ നമുക്ക് ആ സെല്ലർമാരാണ് ഇവർ റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സർവീസ് മാനൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് റീപ്ലേസ്മെന്റ് ഉള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ GoPro അങ്ങനെ തന്നെയാണ്. എല്ലാ ഈ പുറത്തുനിന്നുള്ള ബ്രാൻഡുകൾ ഫുൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മെയിൻ വാറണ്ടിയുടെ കാര്യം പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഭവം ഇതിൽ നമുക്കൊരു ഇത്രയും പോകുന്നൊരു പൗച്ചാണ് കിട്ടുക. ഒരു പൗച്ചാണ് കിട്ടുക. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക മൈക്കിലും ക്യാമറയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ ഉപയോഗിക്കാം. ടൈപ്പ് സി എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ ചാർജ് ചെയ്യാൻ വച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ചാർജ് ആയിരുന്നുണ്ട്. അപ്പോൾ നമുക്കിതാണ് അതിനുള്ളിൽ കിട്ടുന്ന ആ കേസ്. നമുക്കിതാകുമ്പോൾ ഇട്ട് വെച്ചാൽ ചാർജ് ചെയ്യണ്ടല്ലോ. ഈ കേസ് നല്ല ക്വാളിറ്റി കേസാണ് കേട്ടോ. നല്ലൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള DJIന്റെ ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു സംഭവം. ബാക്കിൽ ടൈപ്പ് സി പോർട്ട് ഉണ്ട്. പിന്നെ താഴെ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ പൗച്ച് ഒരു വലിയ പൗച്ച് കിട്ടും. മച്ചേൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് ഇത്ര ഇതും വന്നൊരു ചെറിയ പൗച്ച് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കേബിൾസും അതുപോലെ തന്നെ നമുക്ക് TRS കേബിളും വരുന്നുണ്ട്. പിന്നെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോക്സിലുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ടൈപ്പ് സി ചാർജറും ഒരു കേബിളും വരുന്നുണ്ട്. അത്രേ ഉള്ളത്. ഞാൻ ഫുള്ളായിട്ട് ഇനീഷ്യലി അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ 3 അടക്കം ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷേ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് DJIന്റെ വയർലെസ് മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം തന്നെ ഉള്ളൂ. പക്ഷേ ഇത് കിട്ടുന്ന സാധനം ഉണ്ടോ, അതൊരു കാര്യം. ഡിസ്പ്ലേ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സാധനം നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കാം കണ്ടോ. അപ്പോൾ തുറക്കുക കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടും. അത് ഓണായി കണ്ടോ. അപ്പോൾ നമുക്കൊരു റിസീവറും ഒരു 2 ട്രാൻസ്മിറ്ററും കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സിങ് ആളൊക്കെ വരുന്നത്. ഇതിൽ നമുക്ക് അത് ഓണായി കണ്ടാൽ നമുക്ക് 2 ഓണാവുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിങ്ങനെ എടുക്കാം കണ്ടോ. ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് വേറെ കാര്യം. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അറിയുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഒരു ഡോക്ക് ഇരിക്കുന്നുണ്ട് കണ്ടോ. ടൈപ്പ് സി ഡോക്ക് ഇരിക്കുന്നുണ്ട്. ശരിക്കും അപ്പുറത്ത് വേറൊരു പോർട്ടും ഉണ്ട്, നമ്മുടെ ലൈറ്റ്നിങ് കേബിളൊക്കെ ഉള്ളത്. പക്ഷേ ലൈറ്റ്നിങ് കേബിളൊക്കെ ഇപ്പോൾ ആരും ഉപയോഗിക്കാനായിട്ട് നമുക്ക് നമ്മുടെ iPhone 14 കഴിഞ്ഞതാണ്. എത്ര കൊല്ലമായി. അപ്പോൾ അതൊക്കെ അവർ നിർത്തി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ വാങ്ങിക്കാം. അത് വേറെ കാര്യം. ഇത് കിട്ടുന്നില്ലല്ലോ. ഭയങ്കര ടൈറ്റാണ് കേട്ടോ. കിട്ടുന്നില്ല പണ്ടാരം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ബോക്സ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ബോക്സാണ്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ, ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. പിന്നെ ഈ സാധനം നമ്മുടെ TWS ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. കാരണം പിന്നെ പോരാത്തതിന് ഇതിൽ DJIയുടെ മൈക്സ് വേറെ ഉള്ളതുകൊണ്ട്, മൈക്സ് അല്ല ക്യാമറാസ് വേറെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ DJI പോക്കറ്റ് 3 ആയിക്കോട്ടെ, DJI ആക്ഷൻ 6 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 3 അബോ, പിന്നെ നമ്മുടെ DJI നാനോ അതൊക്കെ അതിൻ്റെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ട്രാൻസ്മിറ്റർ മാത്രം മതി. റിസീവർ പോലും വേണ്ട. ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. ഈ സാധനം തന്നെ കണ്ടോ. ഇതിൽ നമുക്ക് മാഗ്നറ്റ് ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ.
അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി സൗണ്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. ഇതേ മൈക്ക് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ അവിടെ വെച്ചേക്കുന്നത്. ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഇതിൽ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയില്ല. നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കത്തുന്നത് കണ്ടായിരിക്കുന്നുണ്ടോ? ഈ ഒരു ലൈറ്റ് കത്തിയ നോയ്സ് ക്യാൻസലേഷൻ ആണ്. ഇത് നോർമൽ ഓൺ ആവുന്ന ലൈറ്റ് പച്ച ഉണ്ടോ? ഇതാണ് സംഭവം കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാവരും അറിയുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. മൈക്ക് ഇറങ്ങിയെങ്കിൽ ഒരു DJI മൈക്ക് മിനി ഇറങ്ങിയെങ്കിൽ 1 year ഒക്കെ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ബഡ്ജറ്റ് കാറ്റഗറി മൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം വാങ്ങിക്കുക. ഹോളി ലാൻഡിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ ലാർക്ക് M2S നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. M2S അത്ര പോരാ, റിവ്യൂ മോശമാണ്. M2 കൊള്ളാം. നമ്മൾ M2 നോർമലി നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം എൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ സെലക്ട് ചെയ്തതാണ്. M2S ആകെ ഫ്ലോപ്പാണ് അവരുടെ അതിൻ്റെ ഡിസൈനൊക്കെ മറ്റേ ഇറക്കിയിരുന്നു. ബട്ടൺ ഇങ്ങനെ കൊളത്തണ പോലത്തെ സാധനമായിട്ട്. പക്ഷേ അത് ഫ്ലോപ്പാണ് കേട്ടോ. അതും ഓൾമോസ്റ്റ് സെയിം ഈ പ്രൈസ് തന്നെയാണ്, 13,999 തന്നെയാണ്. അപ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ആദ്യം ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് ആമസോണിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ട് ടാഗ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്താലോ. ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഓപ്പൺ ബോക്സ് ആണ്. അപ്പോൾ അതും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ബൈ.